സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ശുക്രൻ. ഹാൻസെൻസ് രോഗം എന്ന് അറിയപ്പെടുന്ന രോഗം കുഷ്ഠം. അനാട്ടമി എന്ന ശാസ്ത്രശാഖ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാരീരിക ഘടന. ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ. വരയാടുകളുടെ സംരക്ഷണത്തിനായുള്ള ദേശീയ ഉദ്യാനം ഇരവികുളം. എത്ര കിലോ ബൈറ്റാണ് ഒരു മെഗാബൈറ്റ്? 1024. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? 1969 ജൂലൈ 20. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്ര? 7.4. ഇൽമനൈറ്റ് ഏത് ലോഹത്തിന്റെ ധാതുവാണ്? തോറിയം. ഉപഗ്രഹം ഏത്? ചാരോൺ. എന്നാണ് ഭൗമദിനം? ഏപ്രിൽ 22. ഏത് വിറ്റാമിൻ ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ സി. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ. ട്യൂമർ ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖ ഓങ്കോളജി. വാഹനങ്ങൾ ഓടിയ ദൂരം കാണിക്കുന്നത് ഓഡോമീറ്റർ. പാരമ്പര്യ നിയമങ്ങൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാരമ്പര്യ നിയമങ്ങൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രിഗറി മെൻഡൽ. മോട്ടോർ കാർ കണ്ടുപിടിച്ചത് ഏത് കമ്പനിയാണ്? ആരാണ്? ബെൻസ്. ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് ആരാണ്? വാട്ടർ മാൻ. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ആരാണ്? ബാൻഡിങ്. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഗ്രഹാം ബെൽ. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം തലയോട്ടി 22. സൈക്കിൾ കണ്ടുപിടിച്ചത് ആരാണ്? മാക് മില്ലർ. പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് സുശ്രുതൻ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആമ. എന്തുകൊണ്ടാണ് മിനുസമുള്ള തറയിൽ സ്പർശിക്കുമ്പോൾ പരുപരുത്ത തറയേക്കാൾ തണുപ്പ് അനുഭവപ്പെടുന്നത്? സ്പർശനതലം കൂടുതലായതിനാൽ. സാർസ് എന്ന രോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെ? ചൈന. മനുഷ്യ ശരീരത്തിലെ തുലനനില നിലനിർത്തുന്നത് ഏത് അവയവമാണ്? ചെവി. പാമ്പുകടി മൂലം തകരാറിലാകുന്ന ശരീരഭാഗം നാഡീവ്യൂഹം. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇവ മൂന്നും കൂടെ അറിയപ്പെടുന്ന ഒറ്റനാമം ത്രിഫല. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കാരണം ലീനതാപം കൂടുതലായതിനാൽ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേതാണ്? കരിമ്പ്. ശുദ്ധമായ സ്വർണം എത്ര കാരറ്റാണ്? 24. കൽക്കരി കത്തുമ്പോഴുണ്ടാകുന്ന വിഷാംശമുള്ള വാതകം കാർബൺ മോണോക്സൈഡ്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീഥേൻ. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഏത്? കോപ്പർ സൾഫേറ്റ്. നാരങ്ങാ നീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പ്. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഉപകരണം ലാക്ടോമീറ്റർ. താഴെ കൊടുത്തിരിക്കുന്ന വീര്യം കൂടിയ ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക്, അസറ്റിക്, സൾഫൂരിക്, നൈട്രിക്. ഉത്തരം സൾഫൂരിക്. അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. സസ്യങ്ങൾ അന്നജം ഉൽപ്പാദിപ്പിക്കുന്നത് അന്തരീക്ഷവായുവിലെ ഏതു വാതകം ഉപയോഗിച്ചാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹധാതുക്കൾ അല്ലാത്തത് ഇരുമ്പയിര്, അബ്രം, ബോക്സൈറ്റ്, മാംഗനീസ്. ഉത്തരം മാംഗനീസ്.
ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. മൗസ് എന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെലിഫോൺ, കാൽക്കുലേറ്റർ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ. ഉത്തരം കമ്പ്യൂട്ടർ. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വിറ്റാമിൻ വിറ്റാമിൻ സി. പച്ചിലച്ചെടിയിൽ നിന്നും രാത്രിയിൽ പുറത്തുവിടുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ലോഹം അല്ലാത്തതേത്? സോഡിയം, സിലിക്കൺ, പൊട്ടാസ്യം, കാൽസ്യം. ഉത്തരം സിലിക്കൺ. മഞ്ഞപ്പിത്തം എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം കരൾ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. കശുമാവിൻ തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനി എൻഡോസൾഫാൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം. തലച്ചോറിൽ നിന്നും ക്രമവിരുദ്ധമായ വൈദ്യുത ചാർജ് സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം അപസ്മാരം. ടൈറ്റൻ ഉപഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വാതകം നൈട്രജൻ. പ്രാഥമിക നിറങ്ങൾ ഏതെല്ലാം? ചുവപ്പ്, പച്ച, നീല. വൈദ്യുതിയുടെ വോൾട്ടേജ് വ്യതിയാനം വരുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോർമർ. കൃത്രിമ പഴസത്ത്, വാസന ദ്രവ്യങ്ങൾ എന്നിവയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എസ്റ്ററുകൾ. പിച്ചള ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? കോപ്പർ, നിക്കൽ, സിങ്ക്. ഒരു കുളത്തിലെ ബാക്ടീരിയ, ഫംഗസ് എന്നിവ നശിപ്പിക്കപ്പെട്ടാൽ ആ കുളത്തിലെ പരിസ്ഥിതി വ്യൂഹത്തിലെ ഏത് കണ്ണിയാണ് നഷ്ടപ്പെടുന്നത്? വിഘാടകർ. അതിവേഗം ഓടിച്ചു വരുന്ന ഒരു ബസ് ഒരു വളവിൽ പെട്ടെന്ന് തിരിക്കുമ്പോൾ റോഡുമായുള്ള ബന്ധം വേർപെടുന്നത് ഏത് ടയറുകൾക്കാണ്? ഉൾഭാഗത്തെ. ഒരു ക്രിക്കറ്റ് ബോൾ അടിച്ചു തെറിപ്പിക്കുമ്പോൾ അതിൽ പ്രയോഗിക്കുന്ന ബലം ആവേഗ ബലം. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. കുരങ്ങുകൾ പരസ്പരം അവയുടെ രോമങ്ങൾക്കിടയിൽ തെരയുന്നതും എന്തോ പെറുക്കി തിന്നുന്നതും കാണാം. എന്താണത്? വിയർപ്പുണങ്ങി ഉണ്ടാകുന്ന ഉപ്പുപരൽ. പെൺസിംഹം സാധാരണ ഒരു പ്രാവശ്യം എത്ര കുട്ടികളെയാണ് പ്രസവിക്കുന്നത്? 3 കുട്ടിയെ. പാസേജ് ഫ്രം ലൈഫ് ഓഫ് എ ഫിലോസഫർ ആരുടെ ആത്മകഥയാണ്? ചാൾസ് ബാബേജ്. ഹരിത ഗൃഹപ്രവാഹത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ ആഴത്തിൽ വിതച്ച മുത്ത് മുളയ്ക്കുന്നില്ല. കാരണം പ്രകാശം കുറവായതുകൊണ്ട്. ലവണാംശം ഏറ്റവും കൂടിയ ജലാശയമേത്? ചാവുകടൽ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യബന്ധനം. ശീതരക്തമുള്ള ജന്തു പക്ഷി. ചരകൻ ഏത് വിജ്ഞാനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്രം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന അവസ്ഥ ഗ്ലോക്കോമ. അന്തസ്രാവ ഗ്രന്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പീയൂഷഗ്രന്ഥി. മനുഷ്യനിൽ ലിംഗനിർണയം നടത്തുന്ന ക്രോമസോം Y. ശബ്ദം വേഗത്തിൽ കടന്നുപോകുന്ന മാധ്യമം ലോഹം. വൈറ്റ് പ്ലാക്ക് എന്ന് അറിയപ്പെടുന്ന രോഗം ക്ഷയം. മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്ര? 40 ലിറ്റർ. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. സസ്യലോകത്തിലെ മാംസ്യ സംരംഭകർ എന്ന് അറിയപ്പെടുന്ന സസ്യവിഭാഗം പയറുവർഗം. ഏറ്റവും വേഗം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴം.